ഇനി മുതൽ നമ്മൾ ദുഃഖത്തിൻ്റെ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കുടുംബജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും മുറിപ്പാടുകളും നമ്മളെ വേദനിപ്പിച്ച ആളുകളും എല്ലാം ഈ ജപമാലയോട് നിങ്ങൾ ചേർത്ത് നിർത്തുമ്പോൾ അതെല്ലാം രക്ഷാകരമായി മാറാൻ തുടങ്ങും. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ദൈവകൃപ നിറഞ്ഞ, നന്മകൾ നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ നല്ലൊരു ആഴ്ച നേരുകയാണ്. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ ദൈവം ഒരുപാട് നന്മകളും പുണ്യങ്ങളും നേരട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടുകൂടി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ കുടുംബത്തിൽ ജപമാല ചൊല്ലുന്നതിനെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ കുടുംബ പ്രാർത്ഥനയിൽ എങ്ങനെ മനോഹരമായിട്ട് കുറച്ചും കൂടി ആത്മീയമായിട്ട് ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കുടുംബജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം എങ്ങനെ നമുക്ക് ഈ ജപമാലയോട് ചേർത്ത് നിർത്താമെന്ന് നമുക്ക് പരിശ്രമിച്ച് നോക്കാം. നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും എല്ലാം എങ്ങനെയാണ് ഈ ജപമാല രാജ്ഞിയോട് ചേർത്ത് നിർത്തി അവയെ ഒരു ദൈവീക പുണ്യങ്ങളാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ ചോര വീർത്ത് പ്രാർത്ഥിക്കുന്ന ഈശോയെ നമ്മൾ ധ്യാനിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിലും ഒരുപാട് ഈ ചോര വീർക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ. ഒറ്റിക്കൊടുക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ടാവാം, തള്ളിപ്പറയപ്പെടുന്ന അനുഭവങ്ങളുണ്ടാവാം, എല്ലാവരും ഉപേക്ഷിച്ചു പോയ ചില അനുഭവങ്ങളും നിമിഷങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവാം. ഈശോയെപ്പോലെ ചോര വിയർത്തു പോകുന്ന ചില സാഹചര്യങ്ങൾ നമുക്കുണ്ടാവാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ കടന്നു പോകുമ്പോൾ, നമ്മൾ കുടുംബ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ ദുഃഖത്തിൻ്റെ ഒന്നാമത്തെ രഹസ്യത്തോട് ചേർത്ത് നിർത്തി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ ചോര വീർത്ത് പോകുന്ന ചില അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദുഃഖത്തിൻ്റെ രഹസ്യത്തിലെ ഒന്നാമത്തെ രഹസ്യത്തോട് ചേർത്ത് നിർത്തി നമ്മൾ പ്രാർത്ഥിക്കണം. ചോര വീർത്ത് പോകുന്ന അനുഭവങ്ങളിൽ ദുഃഖത്തിൻ്റെ ഒന്നാമത്തെ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോയെ ശക്തിപ്പെടുത്തിയ ഒരു ദൈവം നമ്മളെയും ശക്തിപ്പെടുത്താൻ വേണ്ടി തുടങ്ങും. ഹല്ലേലൂയ. രണ്ടാമത്തെ ദുഃഖത്തിൻ്റെ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ ചമ്മട്ടി കൊണ്ട് അടിക്കപ്പെട്ട അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഈശോയുണ്ട്. നമ്മുടെ കുടുംബജീവിതത്തിൽ മറ്റുള്ള വാക്കുകളാൽ, പ്രവൃത്തികളാൽ മുറിവേൽക്കുന്ന ആളുകളാണ് നമ്മൾ. ശാരീരികവും മാനസികവും ഒരുപാട് ഉപദ്രവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ കുടുംബജീവിതത്തിലുണ്ട്. ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള ഒരുപാട് മുറിപ്പാടിലൂടെ, ഉപദ്രവങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. ദുഃഖത്തിൻ്റെ രണ്ടാമത്തെ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ ചമ്മട്ടി കൊണ്ട് അടിക്കപ്പെട്ട ഈശോയോട് ചേർത്ത് നിർത്തി ഈ രഹസ്യത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ അടികളെല്ലാം, നമുക്ക് കിട്ടിയ മുറിവുകളെല്ലാം ഒരു ദൈവീകമായിട്ടുള്ള ഒരു അനുഭവം അതിൽ ദൈവം നമുക്ക് ചുരിയാൻ തുടങ്ങും. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് മുൾമുടി ധരിക്കപ്പെട്ട ഈശോയെ നമ്മൾ ധ്യാനിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ മുൾമുടി ധരിക്കപ്പെട്ട ഈശോ, ഇത് ഈശോ അനുഭവിച്ച ഒരു പരിഹാസമായിരുന്നു. നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ജീവിത പങ്കാളിൽ നിന്ന്, മക്കളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് ഒരുപാട് പരിഹാസ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അവർ മുൾമുടി ധരിപ്പിച്ചിട്ട് ഈശോയെ യഹൂദന്മാർ രാജാവേ എന്ന് വിളിച്ച് ഈശോയെ കളിയാക്കി. നമ്മുടെ കുടുംബജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിത പങ്കാളി, ചിലപ്പോൾ മക്കൾ, ചിലപ്പോൾ മാതാപിതാക്കന്മാർ നമ്മളെ ഇങ്ങനെ അപമാനിക്കുന്ന ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് നമ്മെ അപമാനിക്കുന്ന ചില അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവാം. നമ്മുടെ ജീവിതത്തിലെ ഇങ്ങനെ ചില അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മൂന്നാമത്തെ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ, ദുഃഖത്തിൻ്റെ മൂന്നാമത്തെ രഹസ്യം ധ്യാനിക്കുമ്പോൾ
ഈശോയുടെ ആ മുൾമുടിയോട് ചേർത്ത് നിർത്തി, ഈശോ അനുഭവിച്ച ആ പീഡാസഹനങ്ങളോട് ചേർത്ത് നിർത്തി നമ്മുടെ പീഡകളും വേദനകളും നമ്മൾ സമർപ്പിക്കുമ്പോൾ ദുഃഖത്തിൻ്റെ മൂന്നാമത്തെ രഹസ്യം അത് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും കൃപകളും ചൊരിയാൻ വേണ്ടി തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മൂന്നാമത്തെ ദുഃഖത്തിൻ്റെ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ മുൾമുടി ധരിപ്പിച്ച ഈശോയെപ്പോലെ നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഒരുപാട് ആളുകൾ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം, അപമാനിച്ചിട്ടുണ്ടാവാം. അതെല്ലാം ഈശോയുടെ ഈ സഹനങ്ങളോട് ചേർത്ത് നിർത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതെല്ലാം പതുക്കെ രക്ഷാകരമാകാൻ വേണ്ടി തുടങ്ങും. കുരിശിൻ്റെ നാലാമത്തെ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഗാഗുൽത്തായിൽ കുരിശുമായി പോകുന്ന ഒരു ഈശോയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കുരിശുകളുണ്ടാവാം. ജീവിത പങ്കാളിയാവാം, മക്കളാകാം, സാഹചര്യങ്ങളാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, ഒരുപാട് പ്രശ്നങ്ങളാകാം. ഈശോ കുരിശു ചുമന്നുകൊണ്ട് ഗാഗുൽത്താ മലയിൽ കയറിയ നാലാമത്തെ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കുരിശുകളും ഈശോയോട് കുരിശിനോട് ചേർത്ത് നിർത്തി നമ്മൾ പ്രാർത്ഥിക്കുക. ഈശോ കുരിശു കൊണ്ട് പോകുമ്പോൾ 3 പ്രാവശ്യം വീണ്ടും നമ്മൾ ധ്യാനിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വീഴ്ചകളുണ്ടാവാം, കുറവുകളുണ്ടാവാം. പക്ഷേ ഈശോയോട് ചേർത്ത് നിർത്തി ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റേതായിട്ടുള്ള ഈ കുരിശുകളെ വഹിക്കുവാനുള്ള ശക്തിയും കൃപയും നമുക്ക് കിട്ടും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഈ കുരിശുകളെ നമ്മൾ വഹിച്ച് നാലാമത്തെ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കുരിശുകൾ വഹിക്കാനുള്ള ശക്തിയും കൃപയും ഈ ജപമാലയിലൂടെ നമുക്ക് കിട്ടാൻ വേണ്ടി തുടങ്ങും. ഹല്ലേലൂയ. 5ാമത്തെ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ കുരിശിൽ തറയ്ക്കപ്പെട്ട ഈശോയെ നമ്മൾ ധ്യാനിക്കാൻ വേണ്ടി പോവുകയാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുരിശിൽ തറയ്ക്കപ്പെട്ട അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. സ്നേഹിതന്മാർ, മാതാപിതാക്കന്മാരാൽ, മക്കളാൽ, ജീവിത പങ്കാളിയാൽ കുരിശിൽ തറയ്ക്കപ്പെട്ട ചില അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടാവാം. ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് വേദനയിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവാം. മനസ്സിൽ ഒരുപാട് മുറിവുകളുള്ള മനുഷ്യരുണ്ടാവാം. 5ാമത്തെ ദുഃഖത്തിൻ്റെ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോയുടെ ആ കുരിശു മരണത്തോട് ചേർത്ത് നിർത്തി നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് വേദനകളും മുറിപ്പാടുകളും എല്ലാം ഒരു ദൈവികമായ ഒരു അനുഭവത്തിലേക്ക് നമ്മെ നയിക്കാൻ വേണ്ടി തുടങ്ങും. ഹല്ലേലൂയ. ഇന്നത്തെ ദുഃഖങ്ങൾ നാളത്തെ സന്തോഷമായി മാറാൻ വേണ്ടി തുടങ്ങും. ഹല്ലേലൂയ. ആരെല്ലാം ഈശോയോടുകൂടി സഹിക്കുന്നുവോ അവരെല്ലാം ഈശോയോടുകൂടി ഉയർപ്പിക്കപ്പെടുമെന്നുമുള്ള വചനം നമ്മൾ ധ്യാനിക്കാം. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും എല്ലാം ഈശോയോട് ചേർത്ത് നിർത്തുമ്പോൾ, ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളോട് ചേർത്ത് നിർത്തുമ്പോൾ അതെല്ലാം ഒരുപാട് അത്ഭുതവും ഒരടയാളവുമായി നമ്മുടെ ജീവിതത്തിൽ മാറാൻ വേണ്ടി തുടങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വചനമുണ്ട്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 19-ാം അധ്യായം 25-ാം തിരുവചനം ഇങ്ങനെയാണ്: യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയുണ്ടായിരുന്നു. യേശുവിൻ്റെ കുരിശിനരികെ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ കുരിശിൻ്റെ അടയിൽ ജപമാല രാജ്ഞിയായ പരിശുദ്ധ കന്യകാ മാതാവുണ്ട്. ഹല്ലേലൂയ. നമ്മളെ ശക്തിപ്പെടുത്തുവാൻ, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ജപമാല രാജ്ഞിയായ പരിശുദ്ധ കന്യകാ മാതാവ്, യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്ന മാതാവ് നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലുണ്ട്. എപ്പോൾ നമ്മൾ ജപമാല നമ്മുടെ കരങ്ങളിൽ എടുക്കുമ്പോൾ, എപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും മുറിപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഈ ജപമാലയിൽ ഓരോ മണിയോട് ചേർത്ത് നിർത്തി നമ്മൾ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ജപമാല രാജ്ഞിയായ പരിശുദ്ധ കന്യകാ മാതാവ്, കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന പരിശുദ്ധ കന്യകാ മാതാവ് എൻ്റെയും നിൻ്റെയും ഒക്കെ ജീവിതത്തിൻ്റെ കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം മാതാവ് നമ്മളെ സഹായിക്കാൻ തുടങ്ങും. ഈ ജപമാല എന്ന് പറയുന്ന ഒരു ആഭരണം മാത്രമല്ല, ഇതൊരു ശക്തിയാണ്, ഇതൊരു ആയുധമാണ്. ഈ ആയുധം നിങ്ങൾ കരങ്ങളിൽ എടുക്കുമ്പോൾ ഈ ആയുധത്തിൻ്റെ ഒരു ശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്കും കുടുംബജീവിതത്തിലേക്കും ചൊരിയാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇനി മുതൽ നമ്മൾ ദുഃഖത്തിൻ്റെ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കുടുംബജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും മുറിപ്പാടുകളും
നമ്മളെ വേദനിപ്പിച്ച ആളുകളുമെല്ലാം ഈ ജപമാലയോട് നിങ്ങൾ ചേർത്ത് നിർത്തുമ്പോൾ അതെല്ലാം രക്ഷാകരമായി മാറാൻ തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങളെ സ്വാന്തനിപ്പിക്കാൻ, നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ ഒരമ്മ നിങ്ങൾക്കുണ്ട്. അത് പരിശുദ്ധ കന്യകാമാതാവാണ്. ഹല്ലേലൂയ. നമുക്കും ഈ ജപമാല മാസത്തിൽ കുടുംബത്തോട് ഒത്തുചേർന്ന് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജപമാല രാജ്ഞിയായ പരിശുദ്ധ കന്യകാമാതാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.